ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നായിരുന്നു അവിടെ ഫിസിക്സിൻ്റെ എക്സാം ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ മോഡൽ എക്സാമിനെക്കാട്ട് നന്നായിട്ട് എഴുതാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ പേപ്പർ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈസി അല്ലെന്ന് വെച്ചാൽ അത്യാവശ്യം ടഫും അല്ല, ഒരു മീഡിയം എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം മോഡൽ എക്സാമിൻ്റെ ആ ഒരു ലെവലിൽ തന്നെയാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിലും അധികമൊന്നുമില്ല. ഇപ്പോൾ എക്സാം ടഫ് ആക്കണമെങ്കിൽ ന്യൂമറിക്കൽസ് ഒക്കെ അധികം ഇട്ട് ചോദിക്കും, പക്ഷേ ഇതിൽ അത്ര ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഒരു മീഡിയം പേപ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നോക്കിയായിരുന്നു പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവസാനം വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നോക്കാൻ പറ്റിയില്ല. കൈനറ്റിക് തിയറി, ഓസിലേഷൻസ്, പിന്നെ വേവ്സ്, ആ ഒരു 3 ചാപ്റ്റേഴ്സ് നോക്കാണ്ട് പോയി ഞാൻ. പക്ഷേ വേവ്സിൽ നിന്ന് അത്യാവശ്യം വെയിറ്റേജ് വന്നു ഗൈസ്. പക്ഷേ ഞാൻ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് നോക്കിയാണ് പഠിച്ചത്, പക്ഷേ അതിനത്ര വെയിറ്റേജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല വെയിറ്റേജിൽ വേവ്സ് വന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റേജ് നോക്കി പഠിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. പിന്നെ ബാക്കിയുള്ളതെന്നൊക്കെ കുഴപ്പമില്ല, ഉണ്ട് ചോദ്യങ്ങളൊന്നും അങ്ങനെ എഴുതി. പിന്നെന്താ പറയുക, ഒരാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഒരു എക്സാം കഴിഞ്ഞ്, ബയോളജീൻ്റെ എക്സാം ആയിരുന്നില്ലേ, എക്സാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആ ഒരു ദിവസം ഒന്നും പഠിച്ചില്ല. പിന്നെയുള്ള ദിവസമാണ് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയതാണെങ്കിൽ ഇങ്ങനെ സ്ലോ ആയിട്ട്, മീൻസ് ഒരാഴ്ച ഉണ്ടല്ലോ അങ്ങ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെല്ലെയാണ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ പോലും എനിക്ക് തീർക്കാണ്ട് അങ്ങനെ പോയി. പിന്നെ എക്സാമിന് 2 ദിവസമൊക്കെ മുമ്പാണ് പിന്നെയും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണെങ്കിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഫുൾ തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി വെയിറ്റേജ് നോക്കി പഠിച്ചപ്പോഴത്തേക്കും അവസാനം ഈ ഒരു 3 ചാപ്റ്റേഴ്സ് മര്യാദയ്ക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് പണി കിട്ടി. എന്നാലും നമുക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്നാലും ബാക്കിയുള്ളതും കുറേയൊക്കെ അവിടെ നിന്നൊക്കെ പോയി, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡെറിവേഷൻസും ഇതേപോലെ തന്നെ വെയിറ്റേജ് അനുസരിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അത്യാവശ്യം വന്നു, എഴുതി. പക്ഷേ എനിക്ക് പണി കിട്ടിയത് പിന്നെയും ഈ ഒരു കാപ്പിലറി റേസിൻ്റെ ആ ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, അവസാനത്തെ ആ ഒരു സെക്ഷൻ, അവിടെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു ഡെറിവേഷൻ ഞാൻ മറന്നുപോയി. ഫ്ലൂയിഡ്സിൽ നിന്ന് വന്നായിരുന്നു. അതിന് അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ 2-3 എണ്ണമൊക്കെ, മീൻസ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ഞാൻ രാവിലെ ഒന്ന് വായിച്ചു നോക്കി, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട്. പിന്നെ അവസാനം ഈ ഒരു ഫ്ലൂയിഡ്സിൻ്റെ ഒന്ന് നോക്കി, കുറച്ച് വേറെ ഡെറിവേഷൻസൊക്കെ നോക്കി, ഇതിൻ്റെ മാത്രം നോക്കാൻ വിട്ടുപോയി. എന്നിട്ട് പിന്നെ എക്സാമിന് പോയി. മറന്നുപോയതാണ്, അത് ഞാൻ എഴുതി പഠിച്ചത്, പക്ഷെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ 2 മാർക്ക് പോയി. ബാക്കി ന്യൂമറിക്കൽസൊന്നും അവിടെ നിന്നൊക്കെ പോയി. എന്നാലും ബാക്കിയുള്ള ഡെറിവേഷൻസ് ഒന്നും കുഴപ്പമില്ലാണ്ട് എഴുതി. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ വന്നത് കുഴപ്പമില്ല. പിന്നെ വേവ്സിൽ നിന്ന് വന്നത്, പിന്നെ വേവ്സിന് ഡെറിവേഷൻ ഒന്നും വന്നില്ലല്ലോ. ഡെറിവേഷൻ എനിക്കറിയില്ല, ഞാൻ ചാപ്റ്ററേ പഠിച്ചിട്ടില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ എന്തൊക്കെയോ ആയിട്ട് എഴുതി ഗൈസ്. പിന്നെ പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 1 വേർഡും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലും ടഫായിട്ട് എനിക്ക് തോന്നിയത് അവസാനത്തെ ആ ഒരു 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ, 5 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. പിന്നെ ആ ഒരു പ്രൊജക്ടൈലിൻ്റെ അത് വലിയ പ്രശ്നമില്ല. പിന്നെ ആ ഒരു കാപ്പിലറി റേസിൻ്റെ, പിന്നെ അതേപോലെ തന്നെ മറ്റേ 28ഉം 29ഉം അത്യാവശ്യം ലെവൽ കൂടിയൊരു ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് അത്യാവശ്യം മാർക്ക് പോയിട്ടുണ്ടാവും. മീൻസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മാർക്ക്, പിന്നെ കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടും, അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം പോയി. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ ഇത് പറയുന്നതെന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറേ പേർക്ക് ഈ ഒരു എക്സാം നല്ല ഈസി ആയിരിക്കും, ചിലർക്ക് ഭയങ്കര ടഫായിരിക്കും. പക്ഷേ എനിക്കൊരു ആവറേജ് ആയിരുന്നു. പിന്നെ ബാക്കി പറയുകയാണെങ്കിൽ ബാക്കി ഈ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലേ, 2 മാർക്കിൻ്റെ 5 എണ്ണം അല്ലേ, അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എഴുതി. പിന്നെ കുഴപ്പമുണ്ടായിരുന്നതും ഈ ഒരു 4 മാർക്കിൻ്റെ അല്ലേ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 3 എണ്ണം. അതും ചെറിയൊരു ഇവിടെ ഉണ്ടായിരുന്നു. മീൻസ് 22ാമത്തെ ബി ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തു, പക്ഷേ അതെനിക്ക് അവിടെ എത്തിയപ്പോൾ കിട്ടിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. 1 വേർഡ് ഫസ്റ്റ് ഞാൻ എഴുതിയത് 0 ആണ്. ഞാൻ ഈ പറയുന്ന ആൻസേഴ്സൊക്കെ ശരിയാവണമെന്നൊന്നുമില്ല, പക്ഷേ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയത് 0 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പൾസാണ്. തേർഡ് വൺ ഞാൻ എഴുതിയില്ല, എനിക്ക് കിട്ടിയില്ല. പിന്നെ 4ാമത്തത് സി ടെമ്പറേച്ചറാണ്. പിന്നെ 5ാമത്തത് ബാങ്കിളാണ്. പിന്നെ 6ാമത്തത് സ്റ്റീലാണ്, വല്ല റബ്ബറിനെക്കാട് എലാസ്റ്റിക്കാണ്, അത് ട്രൂ അല്ലേ. പിന്നെ 7th വൺ എഴുതിയത് ബി ആണ്, അതെനിക്കറിയില്ല ശരിയാണോ.
പിന്നെ എട്ടാമത്തത് നമ്മുടെ ഈ ഇനേർഷ്യ എന്താണ്, റൊട്ടേഷൻ ഓഫ് മാസ് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും എഴുതി. പിന്നെ ഒമ്പതാമത്തെ പിന്നെ അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഡെറിവേഷൻസ്, അത് അങ്ങനെ എഴുതി. S=UT+12/18 അത് ഡെറൈവ് ചെയ്തു നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വരയ്ക്കണം. പക്ഷേ ഇതിൽ അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് നോക്കി വരച്ച് അങ്ങനെ ചെയ്തു വെച്ചു. പിന്നെ പത്താമത്തതും എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെ 11ാമത്തത് ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വരച്ച് വെച്ചു. അപ്പോൾ അത് കറക്റ്റാണോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു സർഫേസ് എനർജി എന്ന് പറയുമ്പോൾ ജൂൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ജൂളിലോട്ട് പോയി. പിന്നെ പ്രഷർ എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചു. പിന്നെ 12ാമത്തത് സ്കിപ്പ് ചെയ്തു. 13ാമത്തത് എസ്കേപ്പ് സ്പീഡ് എന്താണെന്ന് അത് എഴുതി. പിന്നെ അതിൻ്റെ റിലേഷൻ മീൻസ് ഒപ്റ്റിമം സ്പീഡിൻ്റെ അതിൻ്റെയും കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ 14ാമത്തെ എനിക്ക് അറിയണ്ടായിരുന്നില്ല, പവർ എന്താണെന്ന് എഴുതി. പിന്നെ മറ്റേ 1 kWh × ജൂൾ, അത് എനിക്ക് എന്തോ ഡൗട്ടുണ്ട്. ഞാൻ പക്ഷേ 1000 ജൂൾ എന്നാണ് എഴുതി വെച്ചത്. എന്തെങ്കിലും എഴുതണമല്ലോ എന്ന് വെച്ചാൽ എഴുതിയതാണ്, എനിക്കറിയില്ല കറക്റ്റാണോന്ന്. പിന്നെ 5ാമത്തതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബി ക്വസ്റ്റ്യൻ. എന്നാലും ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, എനിക്കറിയില്ല കറക്റ്റ്, അങ്ങനെ അതോ എഴുതി. പിന്നെ 16ാമത്തതും അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് എഴുതാനായിരുന്നു, അതും എഴുതി. പിന്നെ വാട്ട് ഈസ് ഇലാസ്റ്റോമസ് അതിൻ്റെ എക്സാമ്പിളൊക്കെ എഴുതി. പിന്നെ 17ാമത്തെ വേവ്സി എന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ, വേവ്സി നല്ലേ വന്നേ, ആ ചാപ്റ്റർ പഠിക്കാത്തതുകൊണ്ട് അത് ആയിരിക്കും. പിന്നെ അത് എഴുതിയില്ല. പിന്നെ 18ാമത്തത് ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം എഴുതി. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കെമിസ്ട്രി കുറച്ച് ഇതിലോട്ട് മിക്സ്, എനിക്ക് ഫസ്റ്റ് അധികം ഓർമ്മ ഒന്നും കിട്ടിയില്ല, അപ്പോൾ ഞാൻ കെമിസ്ട്രീനെ കൂടെ മിക്സാക്കി എഴുതി. അങ്ങനെ എഴുതാൻ പാടില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, അതാണോ, അതല്ലേ, അത് മിക്സ് ചെയ്ത് എഴുതി, എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 19ാമത്തതും വെക്റ്റർ എന്താണെന്നുള്ളത്, പിന്നെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. 20ഉം കുഴപ്പമില്ല. മീൻസ് ഇത് ഏത് സെക്ഷനായിരുന്നു, 3 മാർക്കിൻ്റെത് കുഴപ്പമുണ്ടായിരുന്നില്ല, അതും അതേപോലെ എഴുതി. പിന്നെ 4 മാർക്കിൻ്റെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. 22ാമത്തെ ബി ക്വസ്റ്റ്യൻ പാരൻസ് 8ൽ ആ ഒരു സംഭവം സെൽഷ്യസിൽ ഏത് പകുതി വരുന്ന ആ സംഭവം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ എന്തൊക്കെയോ ആക്കി എഴുതി വെച്ചു, അത് കറക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 23ാമത്തത് കുഴപ്പമുണ്ടായിരുന്നില്ല. 24ാമത്തത് ഞാൻ പിന്നെ പഠിക്കാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. 25ാമത്തത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണ്, അത് ഡിഫറൻസ് എഴുതി വെച്ചു. പിന്നെ ബി ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നില്ല കേസ്, അത് സിമ്പിളായിട്ട് എഴുതി, മറ്റേ ഡിസ്റ്റൻസ്. പിന്നെ 26ാമത്തതും കുഴപ്പമുണ്ടായിരുന്നില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു മീൻസ് സർഫേസ് എർത്തിൻ്റെ അത് ഞാൻ മീൻസ് GM/r² വെച്ചിട്ടാണ് ചെയ്തത്. അതിലത്തെ വാല്യൂസ് ചെയ്തു, അതേപോലെ മീൻസ് പ്രൊഡക്റ്റൊക്കെ എഴുതി അങ്ങനെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല കറക്റ്റാണോന്ന്. അപ്പോൾ അങ്ങനെ എഴുതി. പിന്നെ ബാക്കി 27ാമത്തതും ഒരു പ്രൊജക്റ്റ് എല്ലാ സംഭവം വരച്ചിട്ട് മാർക്ക് ചെയ്തു. അത് മാർക്ക് ചെയ്തത് കറക്റ്റാണോന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് മാർക്ക് ചെയ്തു. പിന്നെ സി ക്വസ്റ്റ്യൻ ഫ്ലൈറ്റ് ഓഫ് ദ പ്രൊജക്റ്റൈലിൻ്റെ ഇക്വേഷൻ എഴുതാം, മീൻസ് ടൈം ഓഫ് ഫ്ലൈറ്റ് അത് എഴുതാനായിരുന്നു, അത് എഴുതി. മീൻസ് v=u+80 വെച്ചിട്ട് അങ്ങനെ എഴുതി. പിന്നെ 28ാമത്തത് ക്യാപ്പിലറി റേസ് എന്താണെന്ന് എഴുതി. പിന്നെ ബാക്കി ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞത് പിക്ചർ വരച്ച് വെച്ചു, പക്ഷേ ബാക്കിയുള്ളതൊക്കെ എഴുതി വെച്ചു. അത് കുറച്ച് മാർക്ക് കിട്ടുമെന്ന് മീൻസ് ഡെറൈവ് ചെയ്യാൻ 1 മാർക്കാണ്. അപ്പോൾ പിക്ചർ വരച്ച് വെച്ചാൽ തന്നെ 1 മാർക്കൊന്നും കിട്ടില്ല, അപ്പോൾ അതിൻ്റെ മാർക്ക് എന്തായാലും പോയി. പിന്നെ ഒരു ന്യൂമറിക്കൽ ഞാൻ ചെയ്തത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഡെറിവേഷന് 2 മാർക്കാണ് ഗൈസ്, അപ്പോൾ അതിൽ മീൻസ് 1/2 മാർക്ക് കിട്ടുമായിരിക്കും. പിന്നെ ബാക്കി മെർക്കുറീൻ്റെ ആ ഒരു സംഭവം അത് ഞാൻ ചെയ്തു വെച്ചത് ശരിയാണോന്ന് അറിയില്ല. പിന്നെ 29ാമത്തത് ഹുക്സ് ലോ അത് സ്റ്റേറ്റ് ചെയ്തു. പിന്നെ സി ക്വസ്റ്റ്യൻ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ബിയിൽ മറ്റേ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ആ ഒരു സംഭവം ഡെറൈവ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ അവസാനം പോകുന്ന മുമ്പ് നോക്കണമെന്ന് വിചാരിച്ചായിരുന്നു. റൊട്ടേഷൻ മോഷൻ ആ സംഭവം ഞാൻ അതിൽ നിന്ന് ഡെറിവേഷൻസ് അത്യാവശ്യം മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡെറിവേഷൻ പഠിച്ചു, 2ാമത്തത് ഇതായിരുന്നു, പക്ഷേ ഇത് പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതും പോയി. പിന്നെ ബാക്കി
സി ക്വസ്റ്റ്യൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു 2 ന്യൂമറിക്കൽസ്, ആ ഒരു 28ാമത്തെ സിയും 29ാമത്തെ സിയും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടി. ഇവിടെ നിന്നൊക്കെ കുറേ 2-3 മാർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി. എനിക്കറിയില്ല എത്ര മാർക്ക് ടോട്ടലി കിട്ടുമെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ കറക്റ്റ് അറിയില്ല. ഇനി ആൻസർ കീ നോക്കിയിട്ട് ശരിയാണെന്ന് വിചാരിച്ച് എഴുതിയത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ. അപ്പോൾ ഞാൻ ആൻസർ കീ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാമിൻ്റെ അവസ്ഥ. സത്യം പറയുകയാണെങ്കിൽ ഒരാഴ്ച നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമിന് തലേദിവസം എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അതേപോലെ ആ ഒരു 6 ദിവസം പഠിച്ചായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെ നടക്കില്ല. അങ്ങനെ പഠിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. പഠിച്ചില്ല, അത് തന്നെ. പിന്നെ ഫിസിക്സ് എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചെഴുതാൻ പറ്റുമെന്നുള്ള ഇതൊന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെ ശ്രമിക്കുക, എഴുതുക. അപ്പോൾ അത് അങ്ങനെ ഞാൻ എഴുതി. എനിക്കങ്ങനെ മീൻസ് കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അവസാനത്തെ എക്സാം മാത്സാണ്. മാത്സ് മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അത്യാവശ്യം ടഫായിട്ടാണ് പേപ്പർ വന്നത്. അതുകൊണ്ട് തന്നെ ഇനി പബ്ലിക് എക്സാമിന് ഈസി ആയിട്ട് വരുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ക്രിസ്മസ് എക്സാമിന് വന്നപ്പോൾ മോഡൽ എക്സാമിന് ക്രിസ്മസ് എക്സാമിനൊക്കെ ഭയങ്കര ടഫായിരിക്കും. അത് പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ ടഫാക്കിയേ. മോഡൽ എക്സാം അത്ര ഈസി ആയിരിക്കുമെന്ന് വിചാരിച്ച് പോയപ്പോൾ മോഡൽ എക്സാം നല്ല ടഫായിരുന്നു. നല്ല ടഫെന്ന് വെച്ചാൽ മീൻസ് ക്രിസ്മസ് എക്സാമിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല. എന്നാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി പബ്ലിക് എക്സാമിൻ്റെ കാര്യം കണ്ടറിയാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താ പറയുക, ടഫായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് അത്ര ഈസി ആവാൻ സാധ്യതയില്ല. എന്തായാലും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും. മാത്സ് നന്നായിട്ട് പഠിക്കണം. ഇനി 3 ദിവസമാണ് നമുക്ക് മാത്സിനുള്ളത്. മാത്സ് ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ അറിയാം. 2-3 ചാപ്റ്റേഴ്സ് മാത്രം ഒന്നുകൂടെ നോക്കിയാൽ മതി. ഇപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സും തെർമോഡൈനാമിക്സ്, ട്രിഗണോമെട്രിക്ക് എനിക്ക് തെർമോഡൈനാമിക്സ് എന്നാണ് ഭയങ്കര വരും. അപ്പോൾ ട്രിഗണോമെട്രിയും പിന്നെ ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് നോക്കണം. പിന്നെ ബാക്കിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമുള്ള കാര്യം. എവിടുന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഞാൻ നേരെ ഫോൺ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 9K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഇത്ര ആയത്. ആൻഡ് നമുക്കിനി ഒരു 1K കൂടെ ആയിക്കഴിഞ്ഞാൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.